നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ നിലവിലെ 2 നിയമസഭാ സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടാൻ തീരുമാനമില്ലെന്നും സുമലത മോഹൻദാസ്. CPIയും CPIയും ഒറ്റ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. CPIയെ സേവ് ചെയ്യാൻ പാർട്ടിക്ക് അറിയാമെന്നും പുറത്തുനിന്നൊരു സേവ് CPIയുടെ ആവശ്യമില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി. പാലക്കാട് ജില്ലയിൽ UDF ബഹുഭൂരിപക്ഷം അസംബ്ലി സീറ്റുകളും കരസ്ഥമാക്കി ചരിത്ര വിജയത്തിലെത്തുമെന്ന് പാലക്കാട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ A. തങ്കപ്പൻ. പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ NFPയുടെ പ്രതിഷേധ സമരം. സേവന മേഖലകളിൽ ലാഭനഷ്ടങ്ങൾ നോക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം കോർപ്പറേറ്റ്വത്കരണമെന്ന് A. പ്രഭാകരൻ MLA. പ്രതിരോധ മേഖലയെയും ആശയവിനിമയ മേഖലയെയും സ്വകാര്യവൽക്കരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും MLA. പാലക്കാടിന്റെ വാർത്താവിശേഷവും സാംസ്കാരിക വൈഭവവും ഉൾക്കൊണ്ട് ജില്ലയിൽ ആകാശവാണിയുടെ FM സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ. രാജ്യത്ത് പുതുതായി 91 FM സ്റ്റേഷൻ അനുവദിച്ചപ്പോഴും 12 വർഷം മുൻപ് അംഗീകാരം ലഭിച്ച പാലക്കാട് FMന് അനുമതി നൽകിയില്ലെന്നും KRLA പ്രസിഡന്റ് മുരളീധരൻ V. ചേരാമംഗലം. വിനോദത്തിനും വിജ്ഞാനത്തിനും ഇന്നും ഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്നത് റേഡിയോ ആണെന്നും മുരളീധരൻ. പന്നിത്തടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് 16 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്. പന്നിത്തടം സെൻട്രൽ സ്ഥിരം അപകട മേഖല. വടക്കാഞ്ചേരിയിൽ പ്രശസ്ത സൈക്കിൾ റൈസിംഗ് താരം അഷ്റഫിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാട്ടുകാർ മൃതദേഹം കണ്ടത് വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള 5-ാം ചാലിൽ രാവിലെ 10 മണിയോടെ. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ, റിപ്പയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് HVACR എംപ്ലോയീസ് അസോസിയേഷൻ. എക്സ്ചേഞ്ച് ഓഫറും സ്പെയർ പാർട്സ് ലഭ്യതക്കുറവും തൊഴിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N. ശിവകുമാർ. മേഖലയിലെ പ്രതിസന്ധികളും പരിഹാരമാർഗ്ഗങ്ങളും ജനുവരി 17-ന് പാലക്കാട് നടക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യും. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിലെ നിലവിലെ 2 നിയമസഭാ സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. അതിലാർക്കും സംശയം വേണ്ടെന്നും അവർ പറഞ്ഞു. സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടാനും തീരുമാനമില്ലെന്നും ജില്ലയിൽ CPIയും ഒറ്റ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നും സുമലത മോഹൻദാസ് ഒറ്റപ്പാലത്ത് പറഞ്ഞു. പട്ടാമ്പിയിൽ നിലവിലെ MLA തന്നെ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആരാണ് മത്സരിക്കുക എന്ന ചർച്ച നടത്തിയിട്ടില്ല. തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട്. ജില്ലയിൽ CPIയും ഒറ്റ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും ജയിച്ചു വരുന്ന കാഴ്ചയാണ് ഉണ്ടാവുകയെന്നും സുമലത മോഹൻദാസ് പറഞ്ഞു. സ്വയമായി എഴുതി കൊടുത്തുകൊണ്ട് ഞങ്ങളെ ഈ പാർട്ടിയിലേക്ക് കടന്നുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റുകളെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അതെ ഒരു സീറ്റിൽ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടില്ല. പല വാർഡുകളിലും പല പാർട്ടികളുമായി കൂടിച്ചേർന്നുകൊണ്ട് CPI മത്സരിക്കുന്നതിനുള്ള ഒരു തെറ്റായ പ്രചരണം നടത്തി പരാജയപ്പെടുകയും ചെയ്തു. നമ്മുടെ ജില്ലകത്താണ് CPIയും CPMും വെവ്വേറെ മത്സരിക്കുന്ന സാഹചര്യങ്ങൾ പല പഞ്ചായത്തുകളിലും പല പത്രപ്രസ്താവനയിലും കൃത്യമായി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി അപേക്ഷിക്കുന്നു. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് ജില്ലാ LDF യോഗം കൂടി ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഐക്യത്തിലാണ് 12 മണ്ഡലത്തിലും വിജയിക്കണമെന്നുള്ള ഒരു വലിയ ഉറച്ച വിശ്വാസത്തോടെ ഐക്യം എന്നുള്ളത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഐക്യക്കുറവൊന്നും. CPIയെ സേവ് ചെയ്യാൻ CPIക്ക് അറിയാം. അതിനെ പുറത്തുനിന്നൊരു സേവ് CPIയുടെ ആവശ്യമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ കഥ കഴിഞ്ഞു. ഒരു സീറ്റിൽ പോലും ജയിക്കാനായില്ല. പലരും പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പുറത്തു നിൽക്കുന്ന എല്ലാവരും CPIയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഉണ്ടാവുകയെന്നും സുമലത മോഹൻദാസ് പറഞ്ഞു. ഒറ്റപ്പാലത്തെ വാർത്താസമ്മേളനത്തിൽ സുമലത മോഹൻദാസിനൊപ്പം മണ്ഡലം സെക്രട്ടറി P. വിജയകുമാർ, A. പ്രഭാവതി, K. പാറുക്കുട്ടി, PM ദേവദാസ്, R. അനിൽകുമാർ, EK സുഭാഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പാലക്കാട് ജില്ലയിൽ UDF ബഹുഭൂരിപക്ഷം അസംബ്ലി സീറ്റുകളും കരസ്ഥമാക്കി ചരിത്ര വിജയത്തിലേക്ക് എത്തുമെന്ന് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, UDF ജില്ലാ കൺവീനർ P. ബാലഗോപാൽ, DCC സെക്രട്ടറി C. ബാലൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV. സതീഷ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലക്കാട്, K. ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, D. ഷജിത് കുമാർ, പ്രഫുൽ കുമാർ, ബോബൻ മാട്ടുമന്ത, K. ബൽറാം, ആഷിഖ് H. ഉമ്മർ ഫാറൂഖ്, ഹക്കീം പുത്തൂർ, നഗരസഭാ കൗൺസിലർമാരായ ഷെരീഫ് റഹ്മാൻ, ഷിഹാബുദ്ദീൻ, സമീന, ഷൈനി ഷിജിത്, പ്രിയ വെങ്കടേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ നഗരസഭാ അംഗങ്ങളെയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സേവന മേഖലകളിൽ ലാഭനഷ്ടങ്ങൾ നോക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം കോർപ്പറേറ്റ്വൽക്കരണമാണെന്ന് A. പ്രഭാകരൻ MLA. പ്രതിരോധ മേഖലയെയും ആശയവിനിമയ മേഖലയെയും സ്വകാര്യവൽക്കരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും MLA പറഞ്ഞു. പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ NFPE പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടിയുള്ള തേരെഴുതലിന്റെ ഭാഗമാണ് രാജ്യത്തെ സ്വകാര്യവൽക്കരണം. ലക്ഷങ്ങൾ നഷ്ടമാകുമ്പോഴേക്കും സ്വകാര്യവൽക്കരണത്തിനും വിൽപ്പനയ്ക്കും തയ്യാറാകുന്ന കേന്ദ്ര സർക്കാരാണ് കുത്തക ഭീമന്മാരുടെ സഹസ്ര കോടികൾ എഴുതി തള്ളിയത്. വ്യക്തി സ്വാതന്ത്ര്യം ഹരിക്കപ്പെടുന്നതിനേക്കാൾ രാജ്യവിരുദ്ധ താൽപ്പര്യങ്ങൾ നടക്കാനിടയുള്ളതാണ് ആശയവിനിമയ മേഖലയിലെ സ്വകാര്യവൽക്കരണം. ഓരോ മേഖലയും സ്വകാര്യവൽക്കരിക്കുന്നതോടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇല്ലാതാകുന്നത്. സ്വകാര്യവൽക്കരണത്തിനും അടച്ചുപൂട്ടലിനും വേണ്ടി വാദിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും അതിന്റെ ദൂഷ്യവശങ്ങൾ മനഃപൂർവ്വം മറച്ചുപിടിക്കുകയാണെന്നും MLA ആരോപിച്ചു. സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ലാഭത്തിലാക്കാൻ പറ്റും. വല്ല പ്രോഫിറ്റ് ബിസിനസ്സാണോ സർക്കാർ? അല്ലല്ലോ. ചില മേഖലയിൽ കുറച്ച് ലാഭം ഉണ്ടാവും, ചില മേഖലയിൽ കുറച്ച് നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം സഹിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഇവരുടെ ആരുടെയും കുടുംബത്തിൽ നിന്ന് എടുത്തിട്ടല്ലോ. ജനങ്ങൾ നൽകുന്ന നികുതിപ്പണം, ആ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് പാവ അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് കൂടി സേവനം നൽകുക എന്ന ബാധ്യത സർക്കാരിന്റെ ബാധ്യതയല്ല. ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് ഈ സംവിധാനം ചെയ്യാൻ പറ്റും. ഇപ്പോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നാഷണൽ സേവിങ്സ് പോസ്റ്റ് ഓഫീസിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി അവരുടെ വിശ്വാസത്തോടു കൂടിയിട്ടാണ് അവരെ നിശ്ചയിക്കുക. അതടക്കം സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായാൽ NFPE പ്രസിഡന്റ് സുഗതൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി P. ശിവദാസ്, സെക്രട്ടറി ആഷിഫ്, വിവിധ സംഘടനാ ഭാരവാഹികളായ PR പരമേശ്വരൻ, V. മുരുകൻ, മധു, TC പരമേശ്വരൻ, വിജയഗോപാലൻ, സുരേഷ് ബാബു എന്നിവർ ഐക്യദാർഢ്യം അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാടിന്റെ വാർത്താവിശേഷവും സാംസ്കാരിക വൈഭവവും ഉൾക്കൊണ്ട് ജില്ലയിൽ ആകാശവാണിയുടെ FM സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ. രാജ്യത്ത് പുതുതായി 91 FM സ്റ്റേഷൻ അനുവദിച്ചപ്പോഴും 12 വർഷം മുൻപ് അംഗീകാരം ലഭിച്ച പാലക്കാട് FMന് അനുമതി നൽകിയില്ലെന്നും KRLA പ്രസിഡന്റ് മുരളീധരൻ V. ചേരാമംഗലം പറഞ്ഞു. വിനോദത്തിനും വിജ്ഞാനത്തിനും ഇന്നും ഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്നത് റേഡിയോ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധവും അധികാര കൈമാറ്റവും ഉൾപ്പെടെ ചരിത്രപരമായ തീരുമാനങ്ങൾ ജനങ്ങളറിഞ്ഞത് റേഡിയോയിലൂടെയാണ്. ദുരന്ത സമയങ്ങളിൽ മൊബൈൽ ടവറുകൾ തകരാറിലായപ്പോഴും ജനങ്ങൾക്ക് മുന്നൊരുക്കവും അറിയിപ്പും ലഭിക്കാനിടയാക്കിയത് റേഡിയോയിലൂടെയാണ്. ദൂരദർശന്റെ ഭൂതല സംപ്രേഷണങ്ങൾ അവസാനിച്ചപ്പോഴും റേഡിയോ നിലയങ്ങൾ അടച്ചുപൂട്ടിയില്ല. പ്രധാനമന്ത്രി കി ബാത്ത് റേഡിയോയിലൂടെ ആക്കിയത് ഇതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. കാഴ്ച പരിമിതർക്കും ഹിന്ദി ഉൾപ്പെടെ ഭാഷാ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും റേഡിയോ ആശ്വാസവും അനുഗ്രഹവുമാണ്. ജില്ലയുടെ സാഹിത്യ, സാംസ്കാരിക, കാർഷിക സ്ഥിതികൾ പരിഗണിച്ച് റേഡിയോ നിലയം ആവശ്യമാണ്. റേഡിയോ നിലയം നേടിയെടുക്കാനായി ജനുവരി 18-ന് പാലക്കാട് KSTA ഹാളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും മുരളീധരൻ V. പറഞ്ഞു. കൊച്ചിയിലാണ് നമുക്ക് ആദ്യമായിട്ട് കേരളത്തിലെ FM സ്റ്റേഷൻ വരുന്നത്. അത് പടിപ്പടിയായി അതിൻ്റെ ശക്തി കൂട്ടി 10 കിലോവാട്ട് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം കണ്ണൂർ വന്നു, അതുപോലെ തിരുവനന്തപുരത്ത് വന്നു, കോഴിക്കോട് FM സ്റ്റേഷൻ വന്നു. അതിന് പുറമെ പല സ്ഥലങ്ങളിൽ റിലേ സ്റ്റേഷനുകൾ വന്നു. ഇത് കിട്ടാത്ത സ്ഥലത്ത് 100 വാട്ടിൻ്റെ, മറ്റേത് 10 കിലോ വാട്ടാണ്. നമുക്ക് ഇവിടെ ആലപ്പുഴയുള്ളത് 5 കിലോ വാട്ടിൻ്റെയാണ്. അപ്പോൾ നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ ജനപ്രതിനിധികൾ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 100 വാട്ടിൻ്റെ അത്യാവശ്യം ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും കിട്ടുന്ന പോലുള്ള പ്രക്ഷേപണങ്ങൾ സ്ഥാപിച്ചു. എന്നാൽ പാലക്കാട് ഏറ്റവും വലിയ ജില്ലകളിൽ രണ്ടാമത്തതാണ്. ഇവിടെ കാർഷിക പ്രാധാന്യമുള്ള ജില്ലയാണ്, ട്രൈബ്സ് ധാരാളമുള്ള ജില്ലയാണ്, പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ്. എന്നിട്ട് പോലും ഇവിടെ ഇത്തരം ഒരു റേഡിയോ സ്റ്റേഷൻ വരുന്നതിനുള്ള ഒരു നീക്കം ഉണ്ടായില്ല. ഈ കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ മുഖ്യധാരയിലേക്ക്
ആകാശവാണി നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. കാഴ്ച പരിമിത സംഘടനാ ഭാരവാഹികളായ ചന്ദ്രമോഹൻ, MK ഷെരീഫ്, KRLA ഭാരവാഹികളായ അശോക് കുമാർ, K രാജേന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പന്നിത്തടം സെന്ററിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് 16 പേർക്ക് പരിക്ക്. രാവിലെ 5 മണിക്കായിരുന്നു അപകടം. മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബസ് പന്നിത്തടം സെന്ററിൽ വച്ച് കുന്നംകുളം ഭാഗത്തു നിന്ന് വന്ന മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞു. മിനി ലോറി തകർന്നു. പരിക്കേറ്റ മിനി ലോറി ഡ്രൈവർ ഉൾപ്പെടെയുള്ള 16 പേരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 5 മണിക്കാണ് അപകടമുണ്ടായത്. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി സമയങ്ങളിൽ പന്നിത്തടത്ത് അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രശസ്ത സൈക്കിൾ റൈസിംഗ് താരം അഷ്റഫിനെ വടക്കാഞ്ചേരിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള 5-ാം ചാലിലാണ് രാവിലെ 10 മണിയോടെ മൃതദേഹം കാണപ്പെട്ടത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി. പത്താംകല്ല് സ്വദേശി തെക്കേപ്പുറത്ത് വളപ്പിൽ ഖാലിദിന്റെ മകനാണ് 41 വയസ്സുള്ള സൈക്കിൾ റൈസിംഗ് താരം അഷ്റഫ്. നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. സൈക്കിൾ റൈസിംഗിലൂടെ നാട്ടുകാർക്ക് ഏറെ സുപരിചിതനായ വ്യക്തിയായിരുന്നു മുത്തു എന്ന് വിളിക്കുന്ന അഷ്റഫ്. മരണത്തിൽ ദുരൂഹതയുള്ളതിനാൽ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. സംഭവസ്ഥലത്ത് പോലീസ് വിശദമായ പരിശോധന നടത്തിവരികയാണ്. അഷ്റഫിന്റെ അപ്രതീക്ഷിത വേർപാടിൽ നടുങ്ങിയിരിക്കുകയാണ് പത്താംകല്ല് നിവാസികൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ റിപ്പയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് HVACR സംസ്ഥാന പ്രസിഡന്റ് N. ശിവകുമാർ. എക്സ്ചേഞ്ച് ഓഫറും സ്പെയർ പാർട്സ് ലഭ്യതക്കുറവും തൊഴിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും ശിവകുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോർപ്പറേറ്റുകളുടെ വിപണന തന്ത്രത്തിൽ ഉപഭോക്താക്കൾ വീണുപോകുന്നതും മെക്കാനിക്കൽ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സ്പെയർ പാർട്സുകൾ ഇല്ലാതാക്കുന്നതിൽ കോർപ്പറേറ്റുകളുടെ താൽപ്പര്യം മുന്നിൽ നിൽക്കുന്നു. കമ്പനികൾക്ക് ഉത്തരവാദിത്തമില്ലാത്ത ദീർഘനാളത്തേക്കുള്ള ഗ്യാരണ്ടിയും വാറണ്ടിയും മൂലം നിരവധി മെക്കാനിക്കൽ ഷോപ്പുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു. പ്രളയകാലത്തും മറ്റ് ദുരന്തകാലങ്ങളിലും സേവനസന്നദ്ധരായ മെക്കാനിക്കുകൾ പെരുവഴിയിലാവുന്ന സ്ഥിതിക്ക് മാറ്റം വേണം. ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്ന വിപണന തന്ത്രങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഓൺലൈൻ സർവീസ് നടത്തുന്നവർ പരിജ്ഞാനമുള്ളവരല്ല. ഇത് മെക്കാനിക്കൽ മേഖലയ്ക്കും ഗുണഭോക്താക്കൾക്കും ദോഷമാണ്. വയനാട് ദുരന്ത സമയത്ത് മേജർ ഫ്രീസർ നിർമ്മിച്ചത് സംഘടനയുടെ മികവാണ്. മെക്കാനിക്കൽ മേഖല നേരിടുന്ന പ്രതിസന്ധിയും പ്രതിവിധിയും ജനുവരി 17 പാലക്കാട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ശിവകുമാർ പറഞ്ഞു. നമ്മുടെ സംഘടന വഴി അംഗങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രയോജനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നത്, സാമൂഹിക പ്രതിബദ്ധത ഏതെല്ലാം രീതിയിൽ കൂടെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതും കൂടെ നമ്മുടെ ആമുഖമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഓൺലൈൻ മാഫിയകളും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓരോ ഷോപ്പുകളും അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വിപണന തന്ത്രങ്ങൾ അതിനെ എങ്ങനെ നമുക്ക് ക്രോഡീകരിച്ച് കൊണ്ടുവരാം. അതായത് നമുക്കിപ്പോൾ കഴിയുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ എക്സ്ചേഞ്ച് ഓഫർ. ഏതിനും എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. അതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മുടെ തൊഴിൽ മങ്ങുകയാണ്. റിപ്പയറിന് വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. കാരണം എല്ലാവരും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീപ്ലേസ്മെന്റിലേക്ക് പോയിക്കോട്ടെ. ഏതിനും എക്സ്ചേഞ്ച് ഓഫർ വരുന്നു. ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ തൊഴിലിന്റെ സാധ്യതകളാണ് കുറയുന്നത്. റിപ്പയറിംഗ് കോസ്റ്റ് ഒന്ന്, രണ്ടാമത് സാധനങ്ങളുടെ ലഭ്യത, സ്പെയർ പാർട്സുകളുടെ ലഭ്യത വളരെ കുറയുന്നുണ്ട്. അപ്പോൾ അവര് ഡിലേ കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും അവര് നിർബന്ധിതരാകുകയും ചെയ്യുന്നു, റീപ്ലേസ്മെന്റിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തൊഴിലാണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന റെഫ്രിജറേഷൻ മേഖലയിൽ തൊഴിലെടുക്കുന്ന അംഗങ്ങളെ മറ്റു മേഖലകളിലേക്ക് ചേക്കേറാനുള്ള സാഹചര്യവും കൂടി വരുന്നു. ജനറൽ സെക്രട്ടറി KR മനോജ്, ട്രഷറർ S. റൂബി, KP സജേഷ്, V. റഫീഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
പട്ടാമ്പിയിൽ നിന്നും പട്ടാപ്പകൽ മോഷ്ടിച്ച പോത്തിനെ വാണിയംകുളത്തെ കന്നുകാലി ചന്തയിലെത്തിച്ച് വിൽക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. കച്ചവടക്കാർ തന്നെയാണ് പ്രതിയെ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കുന്നംകുളം സ്വദേശി 23 വയസ്സുള്ള റഹനാസ് ആണ് പിടിയിലായത്. പട്ടാമ്പിയിൽ നിന്ന് പട്ടാപ്പകൽ മോഷ്ടിച്ച പോത്തിനെ വാണിയംകുളത്തെ കന്നുകാലി ചന്തയിലെത്തിച്ച് വിൽക്കാൻ ശ്രമം നടത്തിയയാളെയാണ് കച്ചവടക്കാർ കയ്യോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. പട്ടാമ്പി നമ്പ്രം സ്വദേശിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പോത്തിനെയാണ് വാണിയംകുളം ചന്തയിലെത്തിച്ച് വിൽക്കാൻ ശ്രമം നടത്തിയത്. പോത്തിനെ വീട്ടിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് പട്ടാമ്പി നമ്പ്രം സ്വദേശി അഷറഫിൻ്റെ വീട്ടിൽ കെട്ടിയിരുന്ന പോത്തിനെ പ്രതി കുന്നംകുളം സ്വദേശിയായ 23 വയസ്സുള്ള റഹനാസ് പിക്കപ്പ് വാനിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. നേരെ വിൽക്കാനായി വാണിയംകുളത്തെ കാലിച്ചന്തയിൽ എത്തിച്ചു. ഓരോ കച്ചവടക്കാരോടും ഓരോ വില പറഞ്ഞപ്പോൾ കച്ചവടക്കാർക്ക് സംശയം തോന്നി. ഈ സമയത്താണ് ഓൾ കേരള കാറ്റിൽ മർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പട്ടാമ്പി ഭാഗത്തു നിന്നും ഒരു പോത്തിനെ ആരോ മോഷ്ടിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത്. കച്ചവടക്കാർ പോത്തുമായി വന്നയാളെ കയ്യോടെ പിടികൂടുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് നമ്പ്രം ഭാഗത്തു നിന്ന് മോഷ്ടിക്കപ്പെട്ട പോത്തു തന്നെയാണ് വാണിയംകുളം ചന്തയിൽ എത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമായത്. കച്ചവടക്കാരും അസോസിയേഷൻ ഭാരവാഹികളും ചേർന്ന് പിടികൂടിയ മോഷ്ടാവിനെയും പോത്തിനെയും പട്ടാമ്പി പോലീസിന് കൈമാറി. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. വാണിയംകുളം കാലിച്ചന്തയിൽ നിന്നും പെരുമ്പിലാവ് കുഴൽമന്ദം ഉൾപ്പെടുന്ന പല കാലിച്ചന്തകളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കാലികൾ മോഷണം പോയിരുന്നു. ഈ മോഷണങ്ങളിലും പ്രതിക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പോത്തിൻ്റെ ഉടമയായ അഷറഫിൻ്റെ പരാതിയിൽ കേസെടുത്ത പട്ടാമ്പി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ മൂത്താൻ സമുദായത്തിന് അർഹമായ പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന് മൂത്താൻ സർവീസ് സൊസൈറ്റി. MSS രജത ജൂബിലി ആഘോഷം ജനുവരി 16 മൂത്താൻതറയിൽ നടക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് SR ബാലസുബ്രഹ്മണ്യൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമുദായ അംഗങ്ങളുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച സംഘടനയാണ് MSS. ജനനം മുതൽ മരണം വരെ സഹായം നൽകുന്നുണ്ട്. മുന്നോക്ക വിഭാഗക്കാർക്കുള്ള 10% സംവരണം സർക്കാരിൽ നിന്ന് നേടാനായത് സംഘടനയുടെ ശ്രമഫലമായാണ്. വിവിധ ജില്ലകളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സമുദായാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി MSS വിപുലീകരിക്കും. സമുദായാംഗങ്ങൾക്കിടയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ക്ഷേമപ്രവർത്തനവും സഹായവും ലഭ്യമാക്കുമെന്നും SR ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. റിപ്പയറിനുള്ള ധനസഹായം തുടങ്ങി സമുദായത്തിന് മൊത്തമായിട്ട് ഇന്നേവരെ കിട്ടാത്ത ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനവും നടക്കുന്നു. ആ പ്രവർത്തനത്തിന്റെ ഫലം എന്ന നിലയ്ക്ക് മുന്നോക്കക്കാരിൽ പിന്നോക്കമായി നിൽക്കുന്ന സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള 10% സംവരണം നേടിയെടുക്കാൻ MSSന്റെ പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട്. സമുദായത്തിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിപുലമായിട്ടുള്ള സർവേ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു സമഗ്രമായിട്ടുള്ള സാമുദായിക വികസനം ലക്ഷ്യമാക്കി കേരളത്തിലെ ശക്തമായിട്ടുള്ള ഒരു സമുദായമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് മൂത്താൻ സർവീസ് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി S. സുരേന്ദ്രനാഥ്, കൺവീനർ G. സുബ്രഹ്മണ്യൻ, L. കുമാരൻ, AJ. സുനിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ചൊക്കനയിൽ കാട്ടുകൊമ്പനെ അടിപാദം അടർന്ന നിലയിൽ കണ്ടെത്തി. കാരിക്കടവിനും ചൊക്കനയ്ക്കുമിടയിലുള്ള വനമേഖലയിലാണ് വലത് പിൻകാലിന് ഗുരുതരമായി പരിക്കേറ്റ ആനയെ കണ്ടത്. തോട്ടം തൊഴിലാളികളാണ് ആനയെ അവശനിലയിൽ ആദ്യം കണ്ടത്. ആനയുടെ കാലിന്റെ അടിഭാഗം പൂർണ്ണമായും വേർപെട്ട അവസ്ഥയിലാണ്. വിവരമറിഞ്ഞതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ചൊക്കനയിൽ കാരിക്കടവിനും ചൊക്കനയ്ക്കുമിടയിലുള്ള വനമേഖലയിലാണ് വലതുഭാഗത്തെ പിൻകാലിന് ഗുരുതരമായി പരിക്കേറ്റ ആനയെ തോട്ടം തൊഴിലാളികൾ കണ്ടത്. ആനയെ നിരീക്ഷിച്ചു വരികയാണെന്നും പരിക്കിന്റെ തീവ്രതയനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കാട്ടാനയ്ക്ക് എത്രയും വേഗം വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്. വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ടാലന്റ് ഫുട്ബോൾ അക്കാദമിയും പ്രൗഡ് ലേഡീസ് ചേംബറും പാലക്കാട് മേഴ്സി കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അഖില കേരള ഇന്റർ കോളേജിയറ്റ് വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് പാലക്കാട് നടക്കും. ജനുവരി 24-25 തീയതികളിലായി മേഴ്സി കോളേജിലാണ് ടൂർണമെന്റ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രമുഖ 6 വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ
ട്രോഫിക്ക് പുറമെ വിജയിക്കുന്ന ടീമിന് 10,000 രൂപ ക്യാഷ് അവാർഡും ടീം അംഗങ്ങൾക്ക് വ്യക്തിഗത പാരിതോഷികവും നൽകും. ലീഗ് അടിസ്ഥാനത്തിൽ മത്സരിച്ച് ഫൈനലിലെത്തുന്ന ടീമുകൾ ഞായറാഴ്ച വൈകുന്നേരം കലാശ പോരാട്ടത്തിൽ മാറ്റുരയ്ക്കും. ദിവസേന രാവിലെയും വൈകിട്ടുമായി 4 മത്സരങ്ങളുണ്ടായിരിക്കും. വനിതകളുടെ ഫുട്ബോൾ പരിപോഷിപ്പിക്കാനും സ്ത്രീകളിൽ സജീവമായ ജീവിതശൈലി എത്തിക്കാനും വനിതാ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും ഉദ്ദേശിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫുട്ബോളിന്റെ ബാലപാഠം പഠിക്കുകയും അതേപോലെ തന്നെ സ്റ്റേറ്റും നാഷണൽ ലെവലിലും ഒക്കെ ഒരുപിടി കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ ഗേൾസിലായിരുന്നു കൂടുതൽ അത് സ്ത്രീ ശാക്തീകരണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കോച്ച് എന്ന നിലയിൽ ഞങ്ങളുടെ അക്കാഡമിയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് റിസൾട്ട് ഉണ്ടായിരിക്കുന്നത് ഗേൾസ് ലെവലിലാണ്. അപ്പൊ അതിൽ നമ്മൾ അക്കാഡമിയുടെ കൂടെ വളർന്നു വന്ന 11ഓളം കുട്ടികൾ ഇന്ന് മേഴ്സി കോളേജിന്റെ ടീമിൽ കുപ്പായണിയുണ്ട്. കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 3ാം സ്ഥാനം നേടുന്നു. അപ്പൊ അവർക്ക് അതായത് സീനിയർ ഗേൾസ് ലെവലില് ഇന്ന് കേരളത്തിലെ ടൂർണമെന്റുകൾ വളരെ കുറവാണ്. അപ്പൊ അവർക്ക് മത്സര പരിചയം ഉണ്ടാക്കാനും ഇതിനു വേണ്ടിയിട്ടാണ് ഇന്റർ കോളേജ് കൂടാതെ വേറൊരു ടൂർണമെന്റ് വർഷത്തിലൊരിക്കലൊരു വിമൻസ് ലീഗ് ഉണ്ട്. അത് എല്ലാ കോളേജ് പിള്ളേർക്കും കളിക്കാൻ പറ്റില്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടികൾ പെൺകുട്ടികൾ കളിക്കുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4ാം സ്ഥാനം വരെ നേടിയ ടീമുകളും പ്രത്യേകിച്ച് സെന്റ് ജോസഫ്സ് ദേവഗിരി, അതേപോലെ തന്നെ സെന്റ് ജോസഫ്സ് ഇരിങ്ങാലക്കുട, നമ്മുടെ മേഴ്സി കോളേജ്, അതുപോലെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ 1ാം സ്ഥാനക്കാരമായിട്ടുള്ള SH തേവര, അതേപോലെ തന്നെ മർത്തോമാർ തിരുവല്ല തുടങ്ങിയ പ്രമുഖ ടീമുകൾ അണിനിരക്കുന്ന ഒരു ടൂർണമെന്റ് ആണത്. അതിനകത്ത് നമ്മൾ ലീഗ് അടിസ്ഥാനത്തിൽ അപ്പൊ അവർക്ക് കൂടുതൽ ദൂരെ നിന്ന് വരുമ്പോൾ മിനിമം 2 മത്സരമെങ്കിലും കിട്ടും. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഫത്തിൻ KS, പ്രൗഡ് ലേഡീസ് ചേംബർ സപ്പോർട്ട് ലീഡർ ഡോക്ടർ ശ്രീലക്ഷ്മി പ്രദീപ്, ടാലൻസ് ഫുട്ബോൾ അക്കാദമി ഭാരവാഹികളായ PK രാജീവ്, CC പയസ്, നിഖിൽ കൊടിയത്തൂർ, മേഴ്സി കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ഡോക്ടർ ശ്രീജിത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ഹോളി ഫാമിലി കോൺവെന്റ് പ്രൊവിഡൻസ് ഹോമിലെ താമസക്കാരായ 35ഓളം കുരുന്ന് കുട്ടികൾക്ക് വേണ്ടി മജീഷ്യൻ അസോസിയേഷൻ പാലക്കാടിന്റെ അംഗങ്ങൾ മാജിക് ഷോ നടത്തി. ചിറ്റൂർ ലയൺസ് ക്ലബ്ബും മജീഷ്യൻ അസോസിയേഷൻ പാലക്കാടും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മജീഷ്യൻ അസോസിയേഷൻ പാലക്കാട് പ്രസിഡന്റും ലയൺസ് ക്ലബ്ബ് ഹങ്കർ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുമായ പ്രദീപ് മേനോൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് അംഗം നൂർ മുഹമ്മദിന്റെ 65ാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മജീഷ്യൻ അസോസിയേഷൻ സെക്രട്ടറി പ്രേംദാസ്, ട്രഷറർ വിഘ്നേഷ് കരിപ്പോട്, ശരവണൻ പാലക്കാട്, രാജേഷ് പാലോട്, സാജൻ നന്ദിയോട്, ബാബു പൂച്ചിറ എന്നീ പ്രശസ്ത മാന്ത്രികർ അവതരിപ്പിച്ച മാജിക് ഷോ കുട്ടികളും കന്യാസ്ത്രീകളും ചിറ്റൂർ ലയൺസ് ക്ലബ്ബ് അംഗങ്ങളും വളരെയധികം ആസ്വദിച്ചു. ചിറ്റൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബേബി ഷക്കീല, സെക്രട്ടറി പത്മജ പ്രദീപ്, ട്രഷറർ വിജയമോഹനൻ, ചാർട്ടർ പ്രസിഡന്റ് സുകുമാർ, ഭവദാസ്, മുരുകദാസ്, നൂർ മുഹമ്മദ്, സുനിൽകുമാർ കൊട്ടേക്കാട്, ദേശ കമ്മിറ്റി സെക്രട്ടറി രാജഗോപാലൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരിമ്പുഴ കോട്ടപ്പുറത്ത് BJP ആറുമുഖൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അതാത് കാലഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ പഠിച്ച് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ അനുസ്മരണങ്ങൾ നടത്തുമ്പോൾ, ഞാൻ ആറുമാഷയെ കുറിച്ച് കൂടുതൽ ശിവരായിട്ടും പറയുമെന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നടക്കുന്നത്. എന്തിനാണ് സത്യത്തിൽ അനുസ്മരണം നടത്തുന്നത്? ആ വ്യക്തിയെ ഓർമ്മിക്കും. ആ വ്യക്തിയെ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹം പ്രസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലും അതിനുശേഷവും പ്രസ്ഥാനത്തിന്റെ വളർച്ചയും നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണോ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ ഒരു വ്യക്തി ജീവിച്ചത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം മാറ്റിവെച്ചിട്ടുള്ളത്, ആ പ്രസ്ഥാനം ഇന്നിവിടെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്
നമുക്കും അതോടൊപ്പം തന്നെ അറുപത് മാസ ആത്മാവിനും സന്തോഷം കിട്ടുന്നതാണ് നമ്മൾ ഈ വാർഡ് ജയിച്ചു എന്നുള്ളത്. അത് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറെ കാലം നേരത്തെ പറഞ്ഞല്ലോ, 10-20 വർഷം മുമ്പ് 16 വോട്ടിന് തോറ്റു. അതാണ് നമ്മൾ ജയിച്ചു. കോട്ടപ്പുറം നമ്മൾ ശക്തി കേന്ദ്രമാണ്. കരിമ്പുഴ എന്ന് പറഞ്ഞാൽ തന്നെ കോട്ടപ്പുറമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നു. ഈ അപ്പുറത്ത് നമ്മൾ അല്ലെങ്കിൽ തണ്ണീർപ്പന്തൽ ആ ഭാഗത്തോ പറയുമെങ്കിൽ, പക്ഷെ നമുക്ക് പല കാരണങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. ജയിക്കുമെന്നുള്ള ഘട്ടത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു. നമ്മൾക്ക് ഏറെ ദുഃഖമുണ്ടാക്കും. പക്ഷെ നമ്മളാരും തളർന്നില്ല. പരാജയങ്ങളിൽ തളരാത്ത ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി സംഘ പ്രസ്ഥാനങ്ങളുമാണ്. എല്ലാ തളർച്ചകളും മാറ്റിവെച്ചുകൊണ്ട് പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ലക്ഷ്യം വരെ എത്തുക. അതല്ലേ ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭത്തില് കോത്താരി സഹോദരന്മാര് അവര് വെടിയുണ്ടോട്ട് വീഴുന്ന സമയത്തും എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഓട്ടം. നമ്മൾ നോക്കൂ, കേരളത്തിലിപ്പോ ആനുകാലികമായുള്ള സംഭവങ്ങൾ നമ്മൾ വിജയത്തിൻ്റെതായുള്ള സംഭവങ്ങളാണ് നമുക്ക് കാണുന്നത്. എങ്ങനെയാണ് നമുക്ക് പരിപൂർണമായി വിജയിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ നോക്കൂ, ഇന്നലെ ഏകദേശം ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ കേൾക്കുന്ന വാർത്ത തിരുനാവായ കുംഭമേള നിർത്തിവെക്കാൻ വേണ്ടി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു വന്ന. ഞാനിന്ന് ഇവിടെ കയറി വന്ന സമയത്ത് ഞാൻ കണ്ട വാർത്ത, വന്ന വാർത്ത, ആ മലപ്പുറം കലക്ടർ പോയിട്ട് അനുവാദം കൊടുത്തു വന്നു. അതിവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ, ദേശീയ ജനതയുടെ വിജയമാണ്. അതുകൊണ്ട് ഇത് വിജയത്തിന്റെ കാലഘട്ടമാണ്. ഞാൻ സംഘത്തിന്റെ 3യ വർഷ ശിവരാത്രി നാഗപ്പൂരിൽ പോയ സമയത്ത് അന്ന് 21ാം നൂറ്റാണ്ടിനെ കുറിച്ച് സംഘത്തിന്റെ അന്ന് അഖിലഭാരതീയ ബൗദ്ധ പ്രമുഖായിരുന്ന ആർ ഹരിയേട്ടൻ പറഞ്ഞു, 21ാം നൂറ്റാണ്ട് ഹിന്ദുവിന്റെ നൂറ്റാണ്ടാണ്. ആ ഹിന്ദുവിന്റെ നൂറ്റാണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ പറയുന്ന ഹിന്ദു എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അതിന് കാരണങ്ങൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മളൊരു ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പ് വേണം. നമ്മുടെ നാട്ടിലൊരു ഉത്സവം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ തയ്യാറെടുപ്പ് വേണം. അത്തരത്തിൽ നമ്മളിപ്പോ നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾക്ക് വിജയത്തിന്റെ ദിവസങ്ങളാണ് എന്ന് പറയുന്നത്. അതിന്റെ നമ്മൾ തുടക്കം നോക്കും. പാലക്കാട് ജില്ലയില്, നമ്മുടെ വെസ്റ്റ് ജില്ലയില് അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളില് ഒരു പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുക. അവിടെയുള്ള ഉള്ള ഏറ്റവും കൂടുതൽ മെമ്പർമാര് ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ ST വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട്, താമര ചിഹ്നത്തിൽ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മളവിടെ ഭരിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരിമ്പുഴയിൽ നമുക്ക് കരിമ്പുഴ പഞ്ചായത്തിൽ ഒരു മെമ്പറാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ജയത്തിന്റെ അടുത്തത്തെ പോവുക അതൊന്ന് മാറി 2 മെമ്പറായി. കടമ്പടിപ്പുറത്തെ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മെമ്പർമാരില്ല. അവസാന നിമിഷം നമ്മൾ പരാജയപ്പെടും. BJP ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ ആറുമുഖൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P. സത്യഭാമ, മണ്ഡലം പ്രസിഡന്റ് നിഷാദ്, പഞ്ചായത്ത് അംഗം രാജേശ്വരി തുടങ്ങിയവർ പ്രസംഗിച്ചു. അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. കല്യാണകൃഷ്ണൻ, ചന്ദ്രൻ കൂടാൻതൊടി, ബാലകൃഷ്ണൻ, സുന്ദരൻ വെളിച്ചപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നഗരിപ്പുറം ബാങ്ക് ഹാളിൽ നടന്നു. മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾക്ക് തരികയും വേണം. നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച നമ്മുടെ KSSPA യൂണിയൻ മണ്ണൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നഗരിപ്പുറം ബാങ്ക് ഹാളിലാണ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളെയും പൊന്നാടയണിച്ച് ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PN സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു. TR ഗോകുൽദാസ് അനുശോചന റിപ്പോർട്ട് അവതരിപ്പിച്ചു. K. രാധാദേവി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്റ്റേറ്റ് കൗൺസിലർ MC വാസുദേവൻ, M. കാസിം മാസ്റ്റർ, N. രാധാകൃഷ്ണൻ നായർ, NR രവീന്ദ്രൻ, M. രവീന്ദ്രൻ, P. ദിനകരൻ, MN ശ്രീദേവി ടീച്ചർ എന്നിവർ സംസാരിച്ചു.
ജനപ്രതിനിധികൾ മറുപടി പ്രസംഗവും നടത്തി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. യങ്മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം പേൾ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി എഫാത്ത എന്ന പേരിൽ ഒരു സുവനീർ പുറത്തിറക്കി. സുവനീർ പ്രകാശനം 18-ന് കണ്ണിയമ്പുറത്ത് കെ പ്രേംകുമാർ MLA നിർവഹിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് രാവിലെ 10:30-ന് കണ്ണിയമ്പുറം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് പ്രകാശന ചടങ്ങ്. ആദ്യപ്രതി ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ തോമസ് ജോൺ തടത്തിലിന് നൽകി കെ പ്രേംകുമാർ MLA എഫാത്ത സുവനീർ പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോസ് കല്ലുംപുറത്ത് മുഖ്യ സന്ദേശം നൽകും. വിവിധ സഭകളിൽ നിന്നുള്ള വൈദികർ, YMCA ഭാരവാഹികൾ, വിവിധ ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. ഒറ്റപ്പാലത്ത് YMCA പ്രവർത്തനം ആരംഭിച്ചിട്ട് 30 വർഷമായി. ഒരു ആധികാരിക റഫറൻസ് ഗ്രന്ഥമായാണ് സുവനീർ പുറത്തിറക്കുന്നത്. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ, കുടുംബങ്ങൾ, വായനശാലകൾ, സ്കൂൾ, ലൈബ്രറികൾ, YMCAയുടെ ജില്ലാ സംസ്ഥാന ഘടകങ്ങൾ എന്നിവിടങ്ങളിലാണ് സുവനീർ പ്രധാനമായും എത്തിക്കുക. 2000 കോപ്പികളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒറ്റപ്പാലം യങ്മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം പേൾ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി എഫാത്ത എന്ന പേരിൽ ഒരു സുവനീർ പുറത്തിറക്കുകയാണ്. 2026 ജനുവരി 18-ന് ഞായർ രാവിലെ 10:30-ന് കണ്ണിയമ്പുറം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ആദ്യപ്രതി ഓർത്തഡോക്സ് പള്ളിയിലെ വികാരി ഫാദർ തോമസ് ജോൺ തടത്തിൽ നൽകിക്കൊണ്ട് വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ചിലെ വികാരി ഫാദർ ജോസ് കല്ലുംപുറത്ത് മുഖ്യ സന്ദേശം നൽകും. പുസ്തക ചടങ്ങിൽ വിവിധ സഭകളിൽ നിന്നുള്ള വൈദിക ശ്രേഷ്ഠർ, YMCA ഭാരവാഹികൾ, വിവിധ ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. 1844 ഇംഗ്ലണ്ടിൽ ആരംഭിച്ച് ലോകത്തെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന ക്രൈസ്തവ യുവജന പ്രസ്ഥാനമായ YMCA ഒറ്റപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ച് 30 വർഷമായെങ്കിലും നാളിതുവരെ വേണ്ടത്ര പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ചെന്നിട്ടില്ലെന്നൊരു വസ്തുതയാണ്. സുവനീർ കമ്മിറ്റി ചെയർമാൻ മനോജ് സ്റ്റീഫൻ, ജനറൽ കൺവീനർ ആൻസൺ വല്യാറ, YMCA പ്രസിഡന്റ് AJ മാത്യു, സെക്രട്ടറി CP മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പാതയോരത്തെ ദ്രവിച്ച തെങ്ങ് വാഹനയാത്രക്കാർക്കും ബസ് കാത്തിരിപ്പുകാർക്കും ഭീഷണിയാകുന്നു. പത്തിരിപ്പാല കോങ്ങാട് പാതയിൽ നഗരിപ്പുറം പേട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്താണ് ദ്രവിച്ചു വീഴാറായ തെങ്ങ് നിൽക്കുന്നത്. തെങ്ങ് മുറിച്ചു മാറ്റണമെന്ന് പഞ്ചായത്ത് അംഗം അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പത്തിരിപ്പാല കോങ്ങാട് റോഡിലെ നഗരിപ്പുറം പേട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്താണ് ദ്രവിച്ചു വീഴാറായ തെങ്ങ് നിൽക്കുന്നത്. ശക്തമായ കാറ്റടിച്ചാൽ തെങ്ങ് വീണ് അപകട സാധ്യത ഇരട്ടിയാകും. വൈദ്യുതി ലൈനിലൂടെ വീണാൽ വലിയ ദുരന്തമാകും. കാലപ്പഴക്കം ചെന്ന് തെങ്ങ് വെട്ടിമാറ്റണമെന്ന ആവശ്യം പലതവണ വാർത്തകളിലൂടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇവ നോക്കാൻ പോലും ആർക്കും സമയമില്ലാത്ത അവസ്ഥയാണെന്നും ആക്ഷേപമുണ്ട്. തെങ്ങിൻ്റെ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ ചിതലരിച്ച് വിണ്ടുകീറി നിൽക്കുന്നുണ്ട്. ഇതിനു താഴെ നിരവധി പേർ ബസ് കാത്തുനിൽക്കുന്ന സ്ഥലമാണ്. ഹൈടെക് വൈദ്യുതി ലൈനും താഴെ കടന്നു പോകുന്നുണ്ട്. അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഒളിക്കപ്പറമ്പിലും കല്ലപ്പറമ്പിലും 1-ാം മൈലും ഉള്ള നിരവധി ആളുകൾ ബസ് കാത്തു നിൽക്കുന്നൊരു പ്രദേശമാണ് ഈ പേട്ട സ്റ്റോപ്പ്. ഈ പേട്ട സ്റ്റോപ്പിൽ വളരെ അപകടകരമായ നിലയിൽ നിൽക്കുന്ന ഒരു തെങ്ങ് അടിയെല്ലാം ചെതല് പൊടിച്ച് വളരെയധികം അപകടം ആകുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഇത് പൊട്ടി വീഴുകയാണെങ്കിൽ KSEBയുടെ പ്രധാന ലൈന് പോകുന്നുണ്ട്. അതുപോലെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണ്, PWD റോഡാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതൊരു നടപടിയുണ്ടാക്കി ഇത് വെട്ടിമാറ്റി ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ തെങ്ങ് മുറിച്ചു മാറ്റണമെന്നാണ് നമുക്ക് അധികാരികളോട് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. അടൂർ അറഫ സ്കൂളിൽ ലിഫ്റ്റ് സംവിധാനം ഒരുങ്ങി. ആലത്തൂർ മുൻ MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള, ജനറൽ സെക്രട്ടറി K ഹംസ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുഹീദ്ദീൻ, നാരായണൻകുട്ടി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ട്രഷറർ അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി സുലൈമാൻ, PRO റഷീദ് ഫൈസി, PTA പ്രസിഡന്റ് സമിന രജീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ, പ്രധാനാധ്യാപിക രമ തുടങ്ങിയവരും നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മാറ്റുലി. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്നത് കേരളത്തിലാണ്. അതേസമയം UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇതൊരു പോരായ്മയാണോ?
നാട്ടിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ഈയിടെയായിട്ട് അടുത്ത് തെരഞ്ഞെടുപ്പ് പല സംസ്ഥാനങ്ങളും നടക്കാൻ പോവാണ്. അതിന് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കപ്പെടുന്നത് കേരളമാണ്. കേരളത്തിൽ UDF ജയിച്ചു വരികയാണെങ്കിൽ അത് ആരാണ് മുഖ്യമന്ത്രിയാവുക എന്ന് പറയാൻ കൂടി പറ്റാത്തൊരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതിനുള്ളിലത്തെ തർക്കങ്ങൾ ഇനി പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇനി സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയുന്നതോടുകൂടി UDFിൻ്റെ തർക്കങ്ങൾ എത്രത്തോളം വർദ്ധിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ നിലയ്ക്ക് പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാന്നുള്ള പ്രഖ്യാപനം ഹൈക്കമാൻഡ് ഇനി പ്രഖ്യാപിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിനോട് തർക്കം വന്നു കഴിഞ്ഞാൽ ഭരണപരാജയം വരുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ് ഈ മുൻകൂട്ടി ഇവർക്ക് അഭിപ്രായം പറയാൻ പറ്റാത്ത സ്ഥിതി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എടുക്കാൻ പലരും അത് കച്ചകെട്ടി നിൽക്കുന്നത് പോരായ്മയാണോ? ഇതൊരു പോരായ്മയാണിത്. ഇതിന് കച്ചകെട്ടി നിൽക്കുന്ന കുറേ പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയൊരു UDFിൻ്റെ പരാജയമായിട്ടാണ് കാണുന്നത്. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സംഘടനാപരമായിട്ടുള്ള ബലഹീനതയാണ്. കാരണം ഒരു കെട്ടുറപ്പുള്ള ഒരു സംഘടനയ്ക്ക് അഡ്വാൻസായിട്ട് തന്നെ തീരുമാനിക്കാൻ കഴിയും ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്ന ആളാണെന്ന്. അത് പറയാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് പുറമെ 5-6 ആൾക്കാർ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ആ രീതിയിലൊരു പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ ബുദ്ധിമുട്ടാണ്. വന്നാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കണ്ടെത്താനോ അടുത്ത ഭരണം 5 ഭരണം കിട്ടിയാലോ തൻ്റെ രീതിയിൽ കൊണ്ടുപോകാനും അവർ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ എന്തായാലും ഈ ഇതുപോലൊരു സംഘടനയ്ക്ക് കേരളത്തിൽ നിലനിൽപ്പുണ്ടോ എന്നുള്ള കാര്യം കണ്ടെന്ന് അറിയണം. UDF വന്നാൽ മുഖ്യമന്ത്രി ആരാവെന്ന് തീരുമാനിക്കാത്തതിൻ്റെ കാരണം ഒന്നാമത്തെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തില്ല. പിന്നെ UDFിൽ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല. അവർ സ്റ്റേറ്റിൽ തീരുമാനിച്ചാൽ പോരാ, അവർ ഡൽഹിയിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഹൈക്കമാൻഡാണ് അവർ തീരുമാനിക്കേണ്ടത്. അതിന് പുറമെ അവർ ഒരുപാട് ഗ്രൂപ്പുകളുള്ളതുകൊണ്ട് അവർ ഗ്രൂപ്പിൽ എല്ലാവരും പ്രഗത്ഭന്മാരാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരാരും പെട്ടെന്ന് തീരുമാനം ആവില്ല. അതിപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ തന്നെ തീരുമാനം ആവുള്ളൂ. അതുവരെ എല്ലാവർക്കും മുഖ്യമന്ത്രി കുപ്പായിട്ട് കൊടുക്കുന്ന 2-3 പേരുണ്ട്. അത് പ്രഗത്ഭന്മാരായിട്ടുള്ള BD സതീശൻ, പിന്നെ ചെന്നിത്തല അവറുകൾ, KM മുരളീധരൻ അവറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ താല്പര്യമുള്ള ഒരു കൂട്ടത്തിലുള്ള തന്നെയാണ്. ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ കണ്ടുകൊണ്ടായിരിക്കും ചെയ്യുക. അതുണ്ടായിട്ടില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ലെങ്കിലും കൂടിയിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നുണ്ട്. ആരൊക്കെ സ്ഥാനാർത്ഥികളാവുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എങ്കിലും അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയായിട്ടില്ല. കേരള സംസ്ഥാനത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ UDFിന് മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയില്ല എന്നുള്ള ഒരു പ്രചരണം പ്രതിപക്ഷ സംഘടനകൾ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ UDFിന് നിലവിൽ ഒരു സംവിധാനമുണ്ട്. UDFിൽ മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ഒട്ടനവധി ആളുകളുണ്ട്. എന്നാൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു പ്രഖ്യാപനം നടത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു നിലവിലെ നടപടിക്രമം വെച്ച് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും യോഗ്യരായ ആളുകളെ കണ്ടെത്തി അത് ഹൈക്കമാൻഡ് അംഗീകാരത്തോടു കൂടി തികച്ചും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുകയും ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒറ്റക്കെട്ടായിക്കൊണ്ട് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും അംഗീകരിക്കുകയുമാണ് കോൺഗ്രസിന്റെ സംവിധാനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിലെ നിലവിലെ 2 നിയമസഭാ സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടാൻ തീരുമാനമില്ലെന്നും സുമലത മോഹൻദാസ്. CPIയും CPIയും ഒറ്റ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. CPIയെ സേവ് ചെയ്യാൻ പാർട്ടിക്ക് അറിയാമെന്നും പുറത്തുനിന്നൊരു സേവ് CPIയുടെ ആവശ്യമില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി. പാലക്കാട് ജില്ലയിൽ UDF ബഹുഭൂരിപക്ഷം അസംബ്ലി സീറ്റുകളും കരസ്ഥമാക്കി ചരിത്ര വിജയത്തിലെത്തുമെന്ന് പാലക്കാട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ A. തങ്കപ്പൻ. പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ NFPയുടെ പ്രതിഷേധ സമരം. സേവന മേഖലകളിൽ ലാഭനഷ്ടങ്ങൾ നോക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം കോർപ്പറേറ്റ്വത്കരണമെന്ന് A. പ്രഭാകരൻ MLA. പ്രതിരോധ മേഖലയെയും ആശയവിനിമയ മേഖലയെയും സ്വകാര്യവൽക്കരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും MLA. പാലക്കാടിന്റെ വാർത്താവിശേഷവും സാംസ്കാരിക വൈഭവവും ഉൾക്കൊണ്ട് ജില്ലയിൽ ആകാശവാണിയുടെ FM സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ. രാജ്യത്ത് പുതുതായി 91 FM സ്റ്റേഷൻ അനുവദിച്ചപ്പോഴും 12 വർഷം മുൻപ് അംഗീകാരം ലഭിച്ച പാലക്കാട് FMന്
അനുമതി നൽകിയില്ലെന്നും KRLA പ്രസിഡന്റ് മുരളീധരൻ V. ജയരാമംഗലം. വിനോദത്തിനും വിജ്ഞാനത്തിനും ഇന്നും ഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്നത് റേഡിയോ ആണെന്നും മുരളീധരൻ. പന്നിത്തടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് 16 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്. പന്നിത്തടം സെന്റർ സ്ഥിരം അപകട മേഖല. വടക്കാഞ്ചേരിയിൽ പ്രശസ്ത സൈക്കിൾ റൈസിംഗ് താരം അഷ്റഫിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാട്ടുകാർ മൃതദേഹം കണ്ടത് വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള 5-ാം ചാലിൽ രാവിലെ 10 മണിയോടെ. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ റിപ്പയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് HVACR എംപ്ലോയീസ് അസോസിയേഷൻ. എക്സ്ചേഞ്ച് ഓഫറും സ്പെയർ പാർട്സ് ലഭ്യതക്കുറവും തൊഴിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N. ശിവകുമാർ. മേഖലയിലെ പ്രതിസന്ധികളും പരിഹാരമാർഗ്ഗങ്ങളും ജനുവരി 17 പാലക്കാട് നടക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.